ജയറാമിൻ്റെ കരിയറിൽ വീഴ്ചകൾ തുടങ്ങുന്നതും താരപദവി മങ്ങിത്തുടങ്ങുന്നതും 2004-ൽ പുറത്തിറങ്ങിയ മയിലാട്ടം എന്ന ചിത്രത്തിനു ശേഷമാണ്. മയിലാട്ടം ഒരു വിജയചിത്രമായിരുന്നു. സി.ബി. മലയിൽ സംവിധാനം ചെയ്ത അമൃതം മുതൽ കരിയറിൽ വരിവരിയായി ചിത്രങ്ങൾ നിലം തൊടാതെ പൊട്ടി. പഴകിപ്പറഞ്ഞ കഥയുമായി എത്തിയ അമൃതം ജയറാമിന് യാതൊരുവിധ ഗുണവും ബോക്സ് ഓഫീസിൽ നിന്നും നൽകിയില്ല. 2005-ൽ സതീഷ് പോൾ സംവിധാനം ചെയ്ത ഫിംഗർ പ്രിന്റ് എന്ന ഇൻവെസ്റ്റിഗേഷൻ ചിത്രത്തിലാണ് ജയറാം പിന്നീട് അഭിനയിച്ചത്. വിവേക് ശങ്കർ IPS എന്ന പോലീസുകാരനായി വേഷമിട്ട ജയറാമിന് സ്ഥിരം കുടുംബ ചിത്രങ്ങളിൽ നിന്നും ഒരു മോചനം ഈ ചിത്രത്തിലൂടെ കിട്ടിയെങ്കിലും ചിത്രവും പരാജയ രുചി അറിഞ്ഞു. 2005-ൽ തന്നെ അമൃതത്തിനു ശേഷം വീണ്ടും സി.ബി. മലയിലുമായി ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ചിത്രത്തിലാണ് ജയറാം കൈകോർക്കുന്നത്. ഗാനങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടു എന്നതൊഴിച്ചാൽ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. 2005-ലെ ജയറാമിൻ്റെ അടുത്ത റിലീസ് ചിത്രമായിരുന്നു സുന്ദർ സി സംവിധാനം ചെയ്ത പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രം പൗരൻ. ദിവാകരൻ എന്ന രാഷ്ട്രീയക്കാരനായി വ്യത്യസ്തതയുള്ള കഥാപാത്രമായി ചിത്രം. പക്ഷേ വീണ്ടും ജയറാമിന് പരാജയ രുചി അറിഞ്ഞു. ബോക്സ് ഓഫീസിൽ തുടരെ 4 ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണത് ജയറാമിൻ്റെ മാർക്കറ്റ് വാല്യൂവും കുത്തനെ ഇടിച്ചു. മറുഭാഗത്ത് കുടുംബ പ്രേക്ഷകർക്ക് ദിലീപ് വരിവരിയായി ഹിറ്റുകൾ നൽകിയതും ജയറാമിൻ്റെ കരിയറിന് ദോഷമായി. ഒരു മാറ്റം വേണമെന്ന ചിന്ത ആവണം 2005-ൽ ശശി ശങ്കറുമായി ഒരു ആക്ഷൻ ചിത്രവുമായി ജയറാം എത്തിയത്. ചിത്രത്തിൻ്റെ പേര് സർക്കാർ ദാദ. കലിയൂർ ശശി എന്ന നിർമ്മാതാവിന് കോടികൾ നഷ്ടമായി എന്നതൊഴിച്ചാൽ ചിത്രം യാതൊരു ഗുണവും ജയറാമിന് ഉണ്ടാക്കിയില്ല. ഈ അവസരത്തിലാണ് 2006-ൽ തനിക്ക് താരസിംഹാസനം നൽകിയ സംവിധായകൻ രാജസേനനുമായി ജയറാം കൈകോർക്കുന്നത്. ജയറാം രാജസേനനുമായി ഒന്നിക്കുന്ന 15ാമത്തെ ചിത്രമായിരുന്നു അത്. രഘുനാഥ് പാലേരി തിരക്കഥ എഴുതിയ ചിത്രത്തിൽ മാധവൻ എന്ന ഗായക വേഷത്തിലാണ് ജയറാം എത്തിയത്. കൂട്ടത്തിൽ ഭേദം എന്നു പറയാവുന്ന ശരാശരി വിജയം നേടി എന്നതൊഴിച്ചാൽ ആ ചിത്രവും പരാജയമായിരുന്നു ജയറാമിന് കരിയറിൽ ഉണ്ടാക്കിയത്. 2006-ൽ വീണ്ടും തൻ്റെ ഇഷ്ട ആനക്കഥയുമായി ജയറാം എത്തി. ചിത്രം ആനച്ചന്തം. ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആനപ്രേമിയായ കൃഷ്ണപ്രസാദായി ആണ് ജയറാം വേഷമിട്ടത്. മികച്ച ചിത്രം ആയിരുന്നു ആനച്ചന്തം. പക്ഷേ അവറേജ് ഹിറ്റിലൊതുങ്ങി. പക്ഷേ ഇന്ന് നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളിലൊന്നാണ് ആനച്ചന്തം. ഫിംഗർ പ്രിന്റിന് ശേഷം വീണ്ടും ജയറാം മുഴുനീള പോലീസ് വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു VK പ്രകാശ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഹൊറർ മിസ്റ്ററി സൂപ്പർ നാച്ചുറൽ ചിത്രം മൂന്നാമതൊരാൾ. വ്യത്യസ്ത കഥ പറച്ചിൽ, പക്ഷേ പ്രേക്ഷകർക്ക് രസിച്ചില്ല. തിരക്കഥയിലെ പാളിച്ചകൾ ചിത്രം പരാജയപ്പെടാൻ വഴിയൊരുക്കി. വീണ്ടും രാജസേനയുമായി ജയറാം ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് പിന്നീട് കേട്ടത്. ചിത്രം കനകസിംഹാസനം. ജയറാം രാജസേനൻ കൂട്ടുകെട്ടിലെ അവസാന ചിത്രമായി ഇത് മാറി. കാരണം അത്രയും വലിയ ഫ്ലോപ്പായിരുന്നു ഇത്. 5-ലൊരാൾ, അർജുനൻ, സൂര്യൻ, മാജിക് ലാം, നോവൽ എന്നീ ചിത്രങ്ങളിൽ കൂടി പൊട്ടിയതോടുകൂടി ജയറാം ഫീൽഡ് ഔട്ടിൻ്റെ വക്കീലുമായി മാറി. പക്ഷേ 2008-ൽ 13 പരാജയ ചിത്രങ്ങൾക്കു ശേഷം വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിലൂടെ ജയറാം വീണ്ടും തൻ്റെ സിംഹാസനം തിരിച്ചുപിടിച്ചു.